ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ വിധമായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഓയിലാണ് നല്ലത്. അത് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എഗ്ഗ്, ഇപ്പോൾ ഞാനിവിടെ 6 എഗ്ഗാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 എഗ്ഗ് ഓരോന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ അതിൽ ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടി. ഇനി പിന്നെ നമ്മൾ ഈ മുട്ട എഗ്ഗ് ചിക്കി മാന്തുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ സമയത്ത് വേണമെങ്കിൽ സോയാ സോസ് ഇല്ല, ഡാർക്ക് സോയാ സോസ്, അത് വേണമെങ്കിൽ ഒഴിക്കാം. അതല്ല നമ്മൾ വെജിറ്റബിൾ വഴറ്റുന്ന സമയത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ആക്കിയില്ല, വെജിറ്റബിൾ വഴറ്റുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 6 എഗ്ഗ് ഇട്ടിട്ട് നന്നായി ഇങ്ങോട്ട് ചിക്കി എടുക്കട്ടെ. അപ്പോൾ ഈ ചിക്കി എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നന്നായി ഇങ്ങോട്ട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട, അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കുക കേട്ടോ. ഈ ലെവലിൽ എടുക്കുക, അന്നേരം നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ ഓരോന്നും കടിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ 3.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ വെള്ളം ചൂടായപ്പോൾ അരി കഴുകി നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ്, കാരണം അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 3/4 വേവ് ആകുമ്പോഴാണ് നമ്മളത് ഒഴിച്ച് എടുക്കേണ്ടത്. ബിരിയാണിയുടെ പോലെ നന്നായി വെന്തെടുക്കരുത്, ഒരു 3/4 വേവ്. എന്നിട്ട് 3/4 വേവ് എടുത്തിട്ട് നമ്മൾ 2 പാത്രത്തിലൊക്കെ ആയിട്ട് അത് എന്നിട്ട് ഊറ്റി വയ്ക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ തന്നെ ആകുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, അടിയിൽ കിടന്നിട്ട് നന്നായി വെന്ത് തുടങ്ങും. അപ്പോൾ അതില്ലാണ്ടിരിക്കുക 2 പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ഊറ്റി വയ്ക്കുക. എന്നിട്ട് ഫാൻ്റെ ചോട വയ്ക്കുക കേട്ടോ, അധികം വേവാണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബിരിയാണി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഒരു 1/4 അല്ലെങ്കിൽ 1/2 കപ്പ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു സബോളയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞതും പിന്നെ ഉള്ളിത്തണ്ട് അതിൻ്റെ വെള്ള ഭാഗമില്ല, അതും അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും, അതുപോലെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി അതും അരിഞ്ഞതും ആദ്യം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയതിന് ശേഷം ക്യാരറ്റ്, അതുപോലെ ക്യാപ്സിയം, പിന്നെ ഉള്ളിത്തണ്ട് കുറച്ചും അതിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തോരം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ വെജിറ്റബിൾസ്. പിന്നെ ബീൻസ് ഇല്ലേ, പച്ച ബീൻസ്, അതും കുറച്ചിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊരു അധികം വേവൊന്നും വേണ്ട, ചെറുതായിട്ട് കടിക്കുന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണല്ല 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടാൽ അതും കൂടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് ഒലത്തി കഴിയുമ്പോൾ അതിലേക്ക് സോയാ സോസ് ഇല്ലേ, അത് ഞാൻ ഒരു നല്ല ഡാർക്ക് സോയ സോസ് ആയി കാരണം 1 ടീസ്പൂൺ എടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നീക്കി വെച്ച എഗ്ഗ് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒട്ടും വെള്ളമോ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നന്നായി ഡ്രൈ ആക്കി എടുക്കുക. അതിൽ നല്ലോണം തീ ഫുള്ളിൽ ഇട്ടിട്ട് വേണം. എന്നിട്ട് നമ്മളൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി അതിലൊഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും നെയ്യ് ആവും ചെയ്യും, എഗ്ഗ് എല്ലായിടത്തും. അപ്പോഴേക്കും ആ സമയം കൊണ്ട് എല്ലാം മിക്സായി കഴിയുമ്പോൾ നമ്മുടെ ചോറ് അവിടെ ഫ്രൈഡ് റൈസിൻ്റെ ചോറ് അവിടെ വേവിച്ചിട്ടില്ല, അത് ഇങ്ങോട്ട് വന്നിട്ട് ഇതിൽ ഇടാം. മെല്ലെ ഇട്ടോളൂ കേട്ടോ, കുത്തി ഇളക്കാതിരിക്കുക, മെല്ലെ ഇറക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഒണിയൻ തന്നെ ഇടാം. അങ്ങനെ അടിപൊളി ഫ്രൈഡ് റൈസ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം കേട്ടോ.